നെക്സ്റ്റ് കോഡൽ പ്രൊവിഷൻ ഈസ് റിലേറ്റഡ് ടു ഫ്ലാഞ്ച്ഡ് സെക്ഷൻസ്. ഫ്ലാഞ്ച്ഡ് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടി സെക്ഷനും അതുപോലെ എൽ സെക്ഷനും, ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്ന രണ്ട് ഫ്ലാഞ്ച്ഡ് സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഐസൊലേറ്റഡ് ആയിട്ടും കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീംസ് ആയിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടുന്ന് ചോദിക്കുന്ന കോഡൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് എത്രയാണെന്നുള്ളതാണ് എപ്പോഴും സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ടി ബീം കൺസിഡർ ചെയ്യുക. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ടി ബീമാണ്. ഇതിൻ്റെ ഓവറോൾ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബി. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച് വന്നിട്ട് ഡി എഫ് ആണ്. വിഡ്ത്ത് ഓഫ് ദി വെബ് എന്ന് പറയുന്നത് ബി ഡബ്ല്യു ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ബി എഫ് അല്ലെങ്കിൽ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ബി എഫ് ഇസ് ഈക്വൽ ടു minimum of L0 divided by L0 by B plus 4 plus BW അല്ലെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ബി, അതായത് ഓവറോൾ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഇത് രണ്ടിൽ ഏതാണ് മിനിമം അതാണ് നമ്മൾ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഫോർ എ ടി ബീം. അപ്പോൾ L0 എന്താണെന്ന് ചോദിച്ചാൽ സീറോ മൊമെൻറ്റ് വരുന്ന അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ പറയുന്നതാണ് L0 അല്ലെങ്കിൽ ഓവറോൾ ലെങ്ത് എന്ന് പറയും. സോ ഫോർ ടി ബീം ഇറ്റ് ഈസ് L0 ഡിവൈഡഡ് ബൈ L0 ബൈ ബി പ്ലസ് 4 പ്ലസ് ബി ഡബ്ല്യു ആണ്. ഓക്കെ, അപ്പോൾ ഒരു എൽ ബീം കൺസിഡർ ചെയ്യുക. എൽ ടൈപ്പിലുള്ള ഒരു ഫ്ലാഞ്ചഡ് സെക്ഷൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഓവറോൾ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബിയും ബി എഫ് അതിൻ്റെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ചും ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഡി എഫ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ ഫ്ലാഞ്ച് ആണ്. സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി ഓവറോൾ ബീം സെക്ഷൻ ആണ്. ബി ഡബ്ല്യു ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി വെബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ബി എഫ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ടിയുടെ ഒരു പകുതി ഭാഗമാണ് ഈ എൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ L0യുടെ അവിടെ L0 ബൈ 2 ആക്കുക. ജസ്റ്റ് L0യുടെ അവിടെ L0 ബൈ 2 ആക്കുക. സോ ഇറ്റ് ഈസ് 0.5 L0 ഡിവൈഡഡ് ബൈ ബാക്കിയെല്ലാം അതുപോലെ തന്നെ L0 ബൈ ബി പ്ലസ് 4 പ്ലസ് ബി ഡബ്ല്യു ആണ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എഫക്റ്റീവ് ഡെപ്ത് ഫോർ ആൻ ഐസൊലേറ്റഡ് ഫ്ലാഞ്ച് സെക്ഷൻ. ഇനി അടുത്തത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലാഞ്ച് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കണ്ടിന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് L0 കൂടി ഒന്ന് ഡിഫൈൻ ചെയ്തേക്കാം. L0 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് പോലെയുള്ള ബീം ആണെന്നുണ്ടെങ്കിൽ L0 എന്ന് പറയുന്നത് ഇതിൻ്റെ എൽ എഫക്റ്റീവ് ആണ്. എൽ എഫക്റ്റീവ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കുക. ഇനി അടുത്തത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ബീംസ് ആണെന്നുണ്ടെങ്കിൽ L0 ഇസ് ഈക്വൽ ടു 0.7 എൽ എഫക്റ്റീവ് ആയിരിക്കും. സോ L0 ഇസ് ഈക്വൽ ടു 0.7 എൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ L0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് സീറോ മൊമെൻറ്റ്സ് ആണ്. ഇനി അടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫ്ലാഞ്ചഡ് സെക്ഷൻസിൻ്റെ കേസ് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫ്ലാഞ്ചഡ് സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ബി എഫ് എന്ന് പറയുന്നത് L0 ബൈ 6 ബി ഡബ്ല്യു പ്ലസ് 6 ടൈംസ് ഡി എഫ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് സപ്പോർട്ടിൻ്റെയും വിഡ്ത്തിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് B1 ബൈ 2 പ്ലസ് B2 ബൈ 2 പ്ലസ് വിഡ്ത്ത് ബി ഡബ്ല്യു, വിഡ്ത്ത് ഓഫ് ദി വെബ് ദാറ്റ് ഈസ് ബി ഡബ്ല്യു. സോ ഇത് രണ്ടും ആയിരിക്കും. ഇത് രണ്ടിൽ ഏതാണ് മിനിമം ആയിട്ട് വരുന്നത് അതാണ് നമ്മൾ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, ഒരു ടി സെക്ഷനാണ്, ഫോർ എ ടി സെക്ഷൻ. ഇനി ഒരു എൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലോ, എൽ ടൈപ്പ് ബീം ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ ഈ L0 വന്നെടുത്ത് ഒരു ഹാഫ് കൊടുക്കുക. L0 ബൈ 1 ബൈ 2 ഓഫ് 1 ബൈ 6 എന്ന് വരും. അപ്പോൾ അത് L0 ബൈ 12. ബി ഡബ്ല്യു അതേപോലെ എഴുതുന്നു. ദെൻ 6 ഡി എഫ് ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 3 ഡി എഫ് ആയിരിക്കും വരുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ് ബി ഡബ്ല്യു പ്ലസ് B4 ഡിവൈഡഡ് ബൈ 2. സോ B4 എന്ന് പറയാൻ കാരണം എല്ലിന് ഒരു സൈഡിലേക്ക് മാത്രമേ പ്രൊജക്ഷൻ ഉള്ളൂ. സോ ഇറ്റ് ഇസ് B4 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സോ ഇത് രണ്ടിൽ ഏതാണ് മിനിമം ആയിട്ട് വരുന്നത് അതാണ് നമ്മൾ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് കണ്ടു. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ഫ്ലാഞ്ച്ഡ് സെക്ഷൻസ്.
നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു ഷിയർ. ഷിയറുമായിട്ട് ബന്ധപ്പെട്ട് IS 456 എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഷിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IS 456 കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓവറോൾ ആ സെക്ഷൻ മുഴുവനും ഒരു യൂണിഫോം ആയിട്ടുള്ള രീതിയിലാണ് ഷിയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നേരം ആ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ നോമിനൽ ഷിയർ സ്ട്രെസ് അല്ലെന്നുണ്ടെങ്കിൽ ടോ വി എന്ന് ഡിഫൈൻ ചെയ്യും. നോമിനൽ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടോ വി എന്ന് ഡിഫൈൻ ചെയ്യും. ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് VU ആണ്. യു ഡിനോട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ്. ലിമിറ്റ് സ്റ്റേറ്റിൽ നമ്മളെല്ലാം തന്നെ അൾട്ടിമേറ്റിലാണ് പറയുന്നത്, ബിക്കോസ് വി ആർ മൾട്ടിപ്ലൈയിങ് ദ ക്യാരക്ടറിസ്റ്റിക് ലോഡ് വിത്ത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. സോ VU അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ B ഇൻറ്റു സ്മോൾ ഡി ആണ്. സ്മോൾ ഡി ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. സോ നോമിനൽ ഷിയർ സ്ട്രെസ് TV ഇസ് ഈക്വൽ ടു VU ഡിവൈഡഡ് ബൈ B ഇൻറ്റു D. നോമിനൽ ഷിയർ സ്ട്രെസ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോഡിങ് കാരണം നമ്മുടെ സെക്ഷനിൽ യൂണിഫോം ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്, അതാണ് ടോ വി അല്ലെങ്കിൽ നോമിനൽ ഷിയർ സ്ട്രെസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ കേസ് നമ്മുടെ ബീം എന്ന് പറയുന്നത് വേരിയിങ് ഡെപ്ത് ഉള്ള ഒരു ബീമാണ്. അപ്പോൾ ബീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ റെക്ടാങ്കുലർ സെക്ഷൻ ഇങ്ങനെ വരാം. ചില സ്ഥലത്ത് ബീം എന്ന് പറയുന്നത് ഇതുപോലൊരു വേരിയിങ് ആയിട്ടുള്ള സെക്ഷൻ പോലെയുള്ള ബീംസ് വരാം. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് VU എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിന് തന്നെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് ബെൻഡിങ് മൊമെൻറ്റ്, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ദി ബീം ഇൻക്രീസിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഡയറക്ഷന് എലോങ് ആയിട്ടാണ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതേ ഡയറക്ഷന് എലോങ് ആയിട്ടാണ് മൊമെൻറ്റ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ദി ലോഡിങ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ VU ൻ്റെ ഇക്വേഷൻ വരുന്നത്, നോമിനൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ B ഇൻറ്റു D ആണ്. ദാറ്റ് ഈസ് VU മൈനസ് MU, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് മൊമെൻറ്റ്, ഇൻറ്റു ടാൻ ബീറ്റ ഡിവൈഡഡ് ബൈ D ദ ഓൾ ഡിവൈഡഡ് ബൈ B ഇൻറ്റു D. സാധാ റെക്ടാങ്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ടോവിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, VU ഡിവൈഡഡ് ബൈ B ഇൻറ്റു D ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇത് പഠിക്കാം. ഇവിടെ ഒരു എക്സ്ട്രാ ടേം വരുന്നുണ്ട്. ഈ ഒരു ടേമിൽ ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്, ബിക്കോസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ദ ഡെപ്ത് ഈസ് ഇൻക്രീസിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അപ്പോൾ എന്താണ് ബീറ്റ? ബീറ്റ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ടോപ്പ് ഫൈബർ ഇതാണ്, ബോട്ടം ഫൈബർ ഇതാണ്. സോ ഇവർ രണ്ടുപേരും തമ്മിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാവുമല്ലോ. വേരിയിങ് ഡെപ്ത് ആകുമ്പോൾ ഒബ്വിയസ്ലി ദെയർ വിൽ ബി എ സ്ലോപ്പ് ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ദ ബോട്ടം സർഫസ്. ആ ഒരു പർട്ടിക്കുലർ സ്ലോപ്പിനെയാണ് ബീറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ ഡെപ്തും ബെൻഡിങ് മൊമെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നടുക്ക് പോസിറ്റീവാണ് വരുന്നത്. സോ ദ ഇക്വേഷൻ ഈസ് ടോ വി ഇസ് ഈക്വൽ ടു VU plus MU into tan beta divided by D the whole divided by B into D. ഇതായിരിക്കും equation for finding the nominal shear stress in case of varying depth beam and the depth and the bending moment is increasing in the opposite direction of beam. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ഒരു പോർഷനിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ഡിസൈൻ ഫോർ ഷിയർ. ഡിസൈൻ ഫോർ ഷിയർ നമ്മൾ ഇത്രയും പോർഷൻ പഠിച്ചത് ഡിസൈൻ ഒന്നിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ കോഡിൽ പ്രൊവിഷൻ വെച്ചിട്ട് ഡിസൈനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബീമിലെ എത്ര ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എത്രയാണ് അവിടുത്തെ ഫാക്ടേർഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ്സോടെ ലോഡല്ല, അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് എത്രയാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഷിയർ കൊണ്ട് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് പല പോർഷനുകളിൽ ആയിരിക്കും. ചിലയിടത്ത് ഇതാണ് ബീം, ഇതാണ് സപ്പോർട്ടെങ്കിൽ സപ്പോർട്ടിൻ്റെ ഈ ഫേസിന് അലോങ് ആയിട്ടായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ഫൂട്ടിങ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുകയാണ്. ഫൂട്ടിങ്ങിൻ്റെ മുകളിൽ ആയിട്ട് ഒരു കോളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോളത്തിൻ്റെ ഫേസിന് അലോങ് ആയിട്ടായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൽ എവിടെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം അവിടുത്തെ എത്രയാണ് ഷിയർ ഫോഴ്സ് എന്ന് കണ്ടുപിടിക്കുക. ദെൻ ഫൈൻഡ് ദ ഡിസൈൻ അല്ലെങ്കിൽ ഫാക്ടേർഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. നോമിനൽ ഷിയർ സ്ട്രെസ്സിനുള്ള ജനറൽ ആയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. ഏത് ടൈപ്പ് ബീം വന്നാലും ഇറ്റ് ഈസ് VU പ്ലസ് ഓർ മൈനസ് MU
ടാൻ ബീറ്റ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഡി ദ ഹോൾ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി, നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെയാണ്. ഇൻ കേസ് നമ്മുടെ വേരിയിങ് ഡെപ്ത് അല്ല നമ്മുടെ പർട്ടിക്കുലർ ബീം എന്നുണ്ടെങ്കിൽ ബീറ്റയുടെ ടേം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സെയിം ഇക്വേഷൻ ഓവറോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. സാധാരണ റെക്ടാങ്കുലർ ബീംസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ടോ വി കണ്ടുപിടിച്ചു. ടോ വി എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദി ലോഡിങ് എത്രത്തോളം ഷിയർ സ്ട്രെസ് ആണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ സെക്ഷനിലേക്ക് വരുന്നത്, അതാണ് ടോവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടോവിയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ടോസി മാക്സിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ എന്താണ് ടോസി മാക്സ്? ടോസി മാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ഷന് വിത്ത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് കോൺക്രീറ്റ് കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ബീം സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷന് അതിൻ്റേതായിട്ടുള്ള ഒരു ഷിയർ കപ്പാസിറ്റി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ടോസി മാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ഷന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് വിത്ത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ടോസി മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഡിങ് കാരണമുണ്ടായ ഷിയർ സ്ട്രെസ് ടോ വി മസ്റ്റ് ബി ലെസ് ദാൻ ടോസി മാക്സ് ആയിരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു കേസിൽ ഈ ടോ വി അല്ലെങ്കിൽ നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോസി മാക്സിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ, ടോവിയുടെ വാല്യൂ വന്നിട്ട് ടോസി മാക്സിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ദ സെക്ഷൻ ഹാവ് ടു ബി റീഡിസൈൻ. സെക്ഷൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്ത് പുതിയതായിട്ട് ഡിസൈൻ ചെയ്യേണ്ടി വരും, അതാണ് കണ്ടീഷൻ. സോ ടോവി കണ്ടുപിടിക്കുക, ടോസി മാക്സ് എത്രയാണ് ഫോർ ദി ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഡിഫറെൻറ്റ് ടോസി മാക്സ് വാല്യൂ IS കോഡിൽ തന്നെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി withstand by a concrete section with shear reinforcement. അതാണ് ടോസി മാക്സ് എന്ന് പറയുന്ന കോഡൽ വാല്യൂസ് ആണ്. അപ്പോൾ കോഡിൽ ഉള്ള അതിൻ്റെ ടോസി മാക്സ് വാല്യൂസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ടോസി മാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.63 ഓഫ് FCK ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 0.63 ഓഫ് FCK ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടോ സി. അപ്പോൾ എന്താണ് ടോ സി? ടോ സി എന്ന് പറഞ്ഞാൽ ടോസി വാല്യൂ നമ്മുടെ കോഡിൽ തന്നെ തന്നിട്ടുണ്ട്. ടോ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഷിയർ സ്ട്രെസ് വാല്യൂ കറസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ടെൻഷൻ സ്റ്റീൽ യൂസ്ഡ് ഇൻ ദി കോൺക്രീറ്റ്. നമ്മുടെ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ബെൻഡിങ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്ലെക്ഷറിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്ഷൻ ഓൾറെഡി ഡിസൈൻഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എത്ര പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീൽ ഉണ്ട്, അതോടൊപ്പം തന്നെ ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടേബിളിൽ നിന്ന് അതിന് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ടോ സി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഫ്രം ദിസ് ടേബിൾ. ദിസ് ഈസ് ടേബിൾ നമ്പർ 19 ഫ്രം IS 456/2000. അപ്പോൾ ടോസിയുടെ വാല്യൂ നമുക്ക് കണ്ടെത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ടോ വി ഈസ് ഡ്യൂ ടു ദി ലോഡ്, ടോ വി കാരണം ഉണ്ടാവുന്നത്, അതുപോലെ നാച്ചുറൽ ആയിട്ട് കോൺക്രീറ്റിന് അതിൻ്റെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കാരണം ഉണ്ടാവുന്ന ഒരു ഷിയർ സ്ട്രെങ്ത് കപ്പാസിറ്റിയാണ് ടോ സി. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക. ഇഫ് ടോ വി ഈസ് ലെസ് ദാൻ ടോ സി ഡിവൈഡഡ് ബൈ 2, നമ്മുടെ നാച്ചുറൽ ആയിട്ട് കോൺക്രീറ്റ് വിത്ത് ഇറ്റ്സ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന ഒരു ഷിയർ സ്ട്രെങ്തിനേക്കാളും കുറവാണ് ലോഡ് കാരണം ഉണ്ടായിരിക്കുന്ന നോമിനൽ ഷിയർ സ്ട്രെസ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഈസ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതിയാകും. നമ്മുടെ പർട്ടിക്കുലർ മെമ്പറിന് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതിയാകും. അപ്പോൾ ഒരു സെക്ഷന് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാതെ വിടരുത്. മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം എങ്കിലും ഇപ്പോൾ നമ്മുടെ ലോഡ് കുറവാണ് അല്ലെങ്കിൽ ടോവിയുടെ വാല്യൂ കുറവാണെന്ന് വിചാരിച്ച് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാതെ വിടരുത്. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമാണ്. ഒന്നാമത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ അവരുടെ പ്ലേസിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഒരു ബക്ലിങ്ങിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓവറോൾ നമ്മുടെ ബീം സെക്ഷന് ഒരു ഡക്റ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാം. സോ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്തായാലും കൊടുത്തേ പറ്റും. അപ്പോൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനായിട്ട് IS 456 കണ്ടീഷൻ ഇങ്ങനെയാണ്: ഏരിയ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു സ്പേസിംഗ് ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FY ആയിരിക്കണം. ASB ഡിവൈഡഡ് ബൈ B ഇൻറ്റു SV ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ equal to 0.4 divided by 0.87 FY ആയിരിക്കണം. ദിസ് ഈസ് ദി കണ്ടീഷൻ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്.
നെക്സ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. അതായത് ടോ വി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടോ സി വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, ടോ വി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ലോഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഷിയർ സ്ട്രെങ്ത് കപ്പാസിറ്റി ഓഫ് ദ ബീം സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ സ്പെഷ്യലായിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. എത്ര ഫോഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യണം? ടോ സി ഓൾറെഡി ടോ വി ഈസ് ഗ്രേറ്റർ ദാൻ ടോ സി എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ടോ സി എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ് ഓൾറെഡി കോൺക്രീറ്റ് സെക്ഷനും ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി എടുത്തോളും. അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് കപ്പാസിറ്റി, സെക്ഷൻ്റെ ഓൾറെഡി ഉള്ള ഷിയർ സ്ട്രെങ്ത് കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നതാണ് ടോ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബാക്കി എത്രത്തോളം ഷിയർ സ്ട്രെസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. സോ ബാക്കി എത്രയാണ് ഷിയർ ഫോഴ്സ് വരുന്നത്? ടോ വി മൈനസ് ടോ സി ഇൻറ്റു ബി ഇൻറ്റു സ്മോൾ ഡി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിഡർ ചെയ്യണം. ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിൽ കൊടുക്കാം. ഒന്നെന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ട്, ഇതുപോലെ പർട്ടിക്കുലർ ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് കൊടുക്കാം. ദെൻ ബെൻഡ് അപ്പ് ബാർസ് ആയിട്ടും കൊടുക്കാം. ഇങ്ങനെ 3 കണ്ടീഷൻസിലാണ് നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇൻ കേസ് വി ആർ യൂസിങ് ബെൻഡ് അപ്പ് ബാർസ്, ബെൻഡ് അപ്പ് ബാർസ് നമ്മൾ യൂസ് ചെയ്യുകയാണ് എങ്കിൽ ബെൻഡ് അപ്പ് ബാർസ് ടോട്ടൽ ഷിയർ സ്ട്രെസ്സിൻ്റെ 50% കൂടുതൽ എടുക്കാനായിട്ട് പാടില്ല. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബെൻഡ് അപ്പ് ബാർസ് നമ്മൾ കൊടുക്കുക. ബെൻഡ് അപ്പ് ബാർസ് മാത്രമായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. വെർട്ടിക്കൽ സ്റ്റിറപ്പ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പിനോട് കൂടി മാത്രമേ ബെൻഡ് അപ്പ് ബാർസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റിറപ്പ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് ഷിയർ സ്ട്രെസ് മാത്രമേ ഈ ഒരു ബെൻഡ് അപ്പ് ബാർസിന് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ ബെൻഡ് അപ്പ് ബാർസ് എടുക്കുന്നത് 50% ഓഫ് ദ ടോട്ടൽ ഷിയർ സ്ട്രെങ്ത്, ഷിയർ ഫോഴ്സിനേക്കാളും കൂടാനായിട്ടും പാടില്ല. അതും ഒരു പ്രൊവിഷനാണ്. സോ നമുക്ക് മാക്സിമം ബെൻഡ് അപ്പ് ബാർ മാക്സിമം എത്ര ഫോഴ്സിന് അല്ലെങ്കിൽ എത്ര ഷിയർ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് ടോ വി മൈനസ് ടോ സി ഇൻറ്റു ബി ഇൻറ്റു സ്മോൾ ഡിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ പകുതി കൂടുതൽ ബെൻഡ് അപ്പ് ബാർസ് എടുക്കാൻ പറ്റില്ല. സോ മാക്സിമം ബെൻഡ് അപ്പ് ബാർസിന് എടുക്കാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോ വി മൈനസ് ടോ സി ഇൻറ്റു ബി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബെൻഡ് അപ്പ് ബാർസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റിറപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി 45 ഡിഗ്രിയേക്കാളും കുറഞ്ഞ ഒരു ആംഗിളിൽ കൊടുക്കാനായിട്ട് പാടില്ല. 45 ടു ഒരു 60 ഡിഗ്രി, അതാണ് നോർമൽ ആയിട്ടുള്ള വാല്യൂ. പിന്നെ സ്റ്റിറപ്സ് വന്നിട്ട് അത് FE 415 താഴെയുള്ള ഗ്രേഡ് ഒന്നും കൊടുക്കാൻ പാടില്ല. മിനിമം വന്നിട്ട് മാക്സിമം വന്നിട്ട് 415 Nm/mm² വരെ ഗ്രേഡുള്ള സ്റ്റീൽ മാത്രമേ സ്റ്റിറപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് സ്റ്റിറപ്പിൻ്റെ സ്പേസിങ്ങിൻ്റെ കണ്ടീഷനാണ്. സ്റ്റിറപ്പിൻ്റെ സ്പേസിങ്ങിൻ്റെ കണ്ടീഷൻ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. ഫോർ ഫൈൻഡിങ് ദി നോമിനൽ ഷിയർ സ്ട്രെസ്, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര വേണം, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു സ്പേസിങ് SV ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FI. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്പേസിങ് ഓഫ് ദി സ്റ്റിറപ്പ് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു കണ്ടീഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെന്നുണ്ടെങ്കിൽ 0.75 D, ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആണെന്നുണ്ടെങ്കിൽ D, അതുപോലെ മറ്റൊരു പ്രൊവിഷൻ പറയുന്നത് 300 mm. ഈ മൂന്നിനും ഇതിലേതാണ്, ഇത്രയും കണ്ടീഷൻസിൽ ഏതാണ് മിനിമം അത് വേണം നമ്മൾ മാക്സിമം പെർമിസിബിൾ സ്പേസിംഗ് ഓഫ് ദ സ്റ്റിറപ്പ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ ഗിവിംഗ് ദ മാക്സിമം പെർമിസിബിൾ സ്പേസിംഗ് ഫോർ ദി സ്റ്റിറപ്പ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റിറപ്പ് കൊടുക്കുമ്പോഴേക്കും നമുക്കറിയാം ടുവേർഡ്സ് ഒരു ബീം സെക്ഷൻ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഷിയർ വിൽ ബി ഓൺ ദി സപ്പോർട്ട്. ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം കിട്ടുന്നത്. അതായത് ടുവേർഡ്സ് ദി സെൻറ്റർ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്റർ പോർഷനിലേക്ക് വരുമ്പോഴേക്കും നല്ല ലാർജ് സ്പേസിങ്ങിൽ കൊടുക്കുക, കുറച്ച് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതിയാവും. ദ സ്പേസിംഗ് ഓഫ് ദ സ്റ്റിറപ്പ് ആർ ഇൻക്രീസ്ഡ് ഇൻ ദ മിഡിൽ സെക്ഷൻ ബിക്കോസ് ദ ഷിയർ ഫോഴ്സ് ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ദി സപ്പോർട്ട്സ്.